ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ മൊത്തത്തിൽ സീനാണ് അല്ലേ കൂട്ടുകാരെ. ഇനി എങ്ങനെയായിരിക്കും എപ്പിസോഡ്? നമ്മുടെ മഹാലക്ഷ്മി വന്നിട്ട് നമ്മുടെ ലേഖേനെ കഴുത്തിന് പിടിച്ചും തല്ലാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ നോക്കാന്ന് പറഞ്ഞിട്ടല്ലേടി ഞാൻ കുഞ്ഞിനെ തന്നത്, നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാടി ഈ കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞ് വാശി പിടിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് നമ്മുടെ ലേഖനെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ കണ്ണനും പറയുന്നുണ്ട്, എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണനും കുറെ പറയുന്നുണ്ട്. ലാസ്റ്റ് ഒരു കുപ്പത്തൊട്ടിയിൽ നിന്ന്, അതായത് വേസ്റ്റ് ഒക്കെ കൂടി കൂടി കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ കുഞ്ഞിനെ ഒരു പിച്ചക്കാരന് കിട്ടുന്നുണ്ട്. പിച്ചക്കാരൻ നൈസായിട്ട് പിച്ചക്കാരന്റെ ബാഗിൽ എടുത്തുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട്. ഇനി ആ പിച്ചക്കാരനിൽ നിന്നും കുഞ്ഞിനെ ആര് രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മുടെ മുത്തശ്ശി ദേവി തന്നെ വരണം, അല്ലെങ്കിൽ മാർക്കോ വരണം. അല്ലാതെ ഒരു സാധ്യതയും നമുക്ക് കാണാനില്ല അല്ലെ. എന്തായാലും കുഞ്ഞിനെ തിരികെ കിട്ടുമ്പോഴും ഇനി ഇവരെ ലേഖയുടെ അടുത്തും അനന്തുവിന്റെ അടുത്തും ഇനി കുഞ്ഞിനെ ഏൽപ്പിക്കത്തില്ല. ആ ഒരു വിശ്വാസം പോയി അവരോടുള്ള അല്ലെ. അപ്പൊ അവര് തമ്മിൽ ഇനി ശത്രുതയിൽ വരുന്ന ഒരു നിമിഷങ്ങളായിരിക്കോട്ടെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത്. ലേഖയും അനന്തും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അത് വിശ്വസിക്കില്ല. സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ഒരു അകൽച്ച വരും അല്ലെ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.